സർക്കാരിനെ താഴെയിറക്കാനുള്ള തന്ത്രങ്ങളുമായി ബിജെപി കരുക്കൾ നീക്കുമ്പോൾ സർക്കാരിനെ സുരക്ഷിതമാക്കാനുള്ള പതിനെട്ടടവും പുറത്തെടുക്കുകയാണ് കോൺഗ്രസ് ജെഡിഎസ് സഖ്യം. വിശ്വാസ വോട്ടെടുപ്പ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പോലീസിന്റെ കാവൽ വെട്ടിച്ച് വിമത എംഎൽഎമാർ താമസിക്കുന്ന മുംബൈയിലെ ഹോട്ടലിൽ ജെഡിഎസിന്റെ യുവനേതാവ് എത്തുകയും വിമത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ജെഡിഎസിന്റെ യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സായിദ് ഷഹീദാണ് ഹോട്ടലിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ട്. കണക്കിലെ കളികളാണ് ഇനി സഖ്യ സർക്കാരിന്റെ ഭാവി നിശ്ചയിക്കുക. സുപ്രീം കോടതി വിധിയോടെ പ്രതിസന്ധിയിലായ സർക്കാർ വിമതരെ ഏത് വിധേനയും അനുനയിപ്പിച്ചു കൊണ്ടുവരാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. സഭയിൽ വിശ്വാസ വോട്ടെടുപ്പിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ സഭയിൽ പ്രസംഗിച്ച് വോട്ടെടുപ്പ് തിങ്കളാഴ്ച വരെ നീട്ടിവെക്കുന്നതിനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. ജെഡിഎസ് യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സായിദ് ഷഹീദ് മുംബൈയിലെ ഹോട്ടലിൽ പോലീസിനെ വെട്ടിച്ച് കടന്നുകൂടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. വ്യാഴാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ വിമതർ കഴിയുന്ന ഹോട്ടലിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്നാൽ താരതമ്യേന പ്രശസ്തനല്ലാത്ത നേതാവായതിനാൽ സയ്യിദിന് എളുപ്പം ഹോട്ടലിനുള്ളിൽ കടക്കാൻ സാധിക്കുകയായിരുന്നു. സയ്യിദ് ചർച്ച നടത്തിയെന്ന് ജെഡിഎസ് നേതാക്കളും വ്യക്തമാക്കി. നേരത്തെ വിമത എംഎൽഎമാരെ കാണാൻ മുതിർന്ന നേതാവ് ഡി.കെ. ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുംബൈയിൽ എത്തിയിരുന്നു. എന്നാൽ ഡി.കെ. ശിവകുമാർ, ഗുലാം നബി ആസാദ് തുടങ്ങിയ നേതാക്കളിൽ നിന്ന് തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്നും സുരക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് വിമതർ പോലീസിനെ സമീപിച്ചു. ഇതോടെ ഹോട്ടലിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. നേതാക്കൾ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ വിമതരുടെ അനുയായികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും അനുനയ നീക്കം പാളുകയും ചെയ്തു. പിന്നാലെ ഡി.കെ. ഉൾപ്പെടെ സംഘത്തിന് മടങ്ങേണ്ടി വന്നു. അതേസമയം ഇന്നത്തെ ഷെയ്ദിന്റെ നീക്കം ഫലം കാണുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതുവരെ വിമതർ നിലപാട് മാറ്റിയിട്ടില്ല. അതിനിടെ വിമതരെ കൂടാതെ മറ്റു രണ്ടുപേർ സഭയിൽ എത്താതിരുന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ബി.എസ്.പി എം.എൽ.എ മഹേഷും ബെല്ലാരിയിൽ നിന്നുള്ള എൻ നാഗേന്ദ്രയും സഭയിൽ എത്തിയിട്ടില്ല. അവസാന നിമിഷം കോൺഗ്രസ് ക്യാമ്പ് വിട്ട ശ്രീമന്ത് പട്ടീലും സഭയിൽ എത്താതിരുന്നത് കോൺഗ്രസിന്റെ ആശങ്കയേറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.